തൃശൂരിലെ കോൺഗ്രസിൽ കൂട്ട നടപടി. തിരുവല്ലോമല, കുഴൂർ, പൊയ്യ, വരവൂർ, തോന്ന്യം, അതിരപ്പള്ളി, ചൊവ്വന്നൂർ, ദേശമംഗലം മണ്ഡലം കമ്മിറ്റികളിലെ പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. വയനാട് ഫണ്ട് അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി. പലതവണ അറിയിച്ചിട്ടും നിരുത്തരവാദപരമായി മണ്ഡലം കമ്മിറ്റികൾ പെരുമാറിയെന്ന് DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഇത്രയും മണ്ഡലം കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. പലതവണ യോഗത്തിൽ അറിയിക്കുകയും നേരിട്ട് തന്നെ ഫോണിലൂടെയും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടും ഇത് കാണിക്കുന്നത് കടുത്ത അലംഭാവമാണ്. അതുകൊണ്ട് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കും. ലെവിൻ കെ വിജയനോട്. ലെവിൻ, കൂട്ട നടപടിയാണ് നേതാക്കൾക്കെതിരെ. നേരത്തെ ഈ കെ കരുണാകരൻ സ്മാരക കെട്ടിടത്തിന് ഫണ്ട് നൽകാത്തതിന്റെ പേരിലും VK ശ്രീകണ്ഠൻ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നു. ഇത് വയനാട് ഫണ്ട് അടയ്ക്കാത്തതിന്റെ പേരിൽ എങ്ങനെയാണ് നടപടികൾ വരുന്നത്? നേതാക്കളുടെ പ്രതികരണങ്ങൾ ലഭ്യമാണോ? തൃശ്ശൂരിലെ കോൺഗ്രസ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ സംഘടനാ പ്രശ്നം അടിപിടി ബാധിച്ച നിലയിലാണ്. ഇതിനിടയിലാണ് താൽക്കാലിക DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠനെ ഈ സംഘടനാ നേതൃത്വത്തിനായി ഏർപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂട്ട നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം, അതിനുശേഷമുണ്ടായ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചു നിൽക്കുമ്പോഴും അതിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തൊട്ടുകൂടെ തന്നെ പുറത്തു വരുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ: ഒന്ന്, വയനാട് പുനരധിവാസത്തിനായി പാർട്ടി തലത്തിൽ പിരിക്കുന്ന ഫണ്ട്; രണ്ട്, തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന ലീഡർ കെ കരുണാകരന്റെ സ്മാരക മന്ദിരത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവ്. ഇങ്ങനെ ഈ ഫണ്ട് പിരിവിൽ ഗുരുതര അലംഭാവം കാട്ടുകയും പലതവണ അറിയിപ്പ് നൽകിയിട്ടും ആ ഫണ്ട് പിരിവ് പൂർത്തീകരിച്ച് നൽകാതിരിക്കുകയും ചെയ്ത വിവിധ കമ്മിറ്റികൾ, 18ഓളം മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ നേരിട്ട് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കമ്മിറ്റികൾ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പാണ് DCC പ്രസിഡന്റ് ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെയും ബ്ലോക്ക് ഭാരവാഹികളുടെയും അടക്കമുള്ളവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് MPയുടെ സന്ദേശം ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. വയനാട് ഫണ്ട് അടയ്ക്കാതിരിക്കുന്ന തിരുവില്ലാമല, കുഴൂർ, പൊയ്യ, വരവൂർ, താന്ന്യം, അതിരപ്പള്ളി, ചൊവ്വന്നൂർ, ദേശമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കെ കരുണാകരന്റെ സ്മാരകം മന്ദിരവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിരിവ് പൂർത്തീകരിക്കാത്ത പാഞ്ഞാൾ, വടക്കാഞ്ചേരി, തെക്കുംകര, കോലഴി, അടാട്ട്, ചൊവ്വന്നൂർ, അർത്താറ്റ്, പുന്നയൂർ, കോടഞ്ചേരി, മറ്റത്തൂർ എന്നിങ്ങനെ മൊത്തത്തിൽ 18 കമ്മിറ്റികൾക്കും അതിന്റെ ഭാരവാഹികൾക്കുമെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ. ശരി ലെവിൻ, തൃശ്ശൂരിലെ കോൺഗ്രസിൽ കൂട്ട നടപടി.